ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് മലേഷ്യൻ ബ്ലോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. ഇത് ജെൻറ്റിങ് ഹൈലൻഡിലെ മാളിലെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാണ് ജെൻറ്റിങ് ഹൈലൻഡിലെ മാൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെന്ന് വെച്ചാൽ സാധാരണ മാളുകളെ പോലെ തന്നെയാണെങ്കിലും അത് ഷോപ്പിങ്ങിന് ഉപരി മറ്റും നല്ല വിനോദത്തിനുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഒരു മാളാണ്. നമ്മുടെ കേരളത്തിലെ മാളുകളെക്കാട്ടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഡെവലപ്ഡ് ആണ്. ഇതിനകത്ത് കുറേയധികം ഫെസിലിറ്റീസും കുറേയധികം നമ്മൾ കാണാത്ത മോഡലുള്ള കാഴ്ചകളൊക്കെ ഈ മാളിൽ കാണാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഭാഗത്തൊക്കെ നമ്മുടെ എല്ലാ മാളുകളെയും പോലെ കടകളും അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കൂടുതലുള്ളത്. ഈ മാളിൽ മറ്റേ നമ്മൾ കേബിൾ കാറിൽ വരുമ്പോൾ ഏറ്റവും മുകളിലോട്ടാണ് വരുന്നത്. മുകളിൽ നിന്ന് താഴത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. മുകളിലെ കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ മുകളിലത്തെ റൂഫിൽ കുറേ അധികം 3D പോലത്തെ വർക്കുകളൊക്കെ കാണാം. പിന്നെ അതേപോലെ ഇതേപോലത്തെ കുറേ കാഴ്ചകൾ റൈഡുകളൊക്കെ ഈ മാളിൽ ഉണ്ട്. നമ്മൾ മറ്റേ വണ്ടർലയിലൊക്കെ പോകുന്ന പോലത്തെ റൈഡുകളാണ് ഇവിടെ കുറേ ഉള്ളത്. ഇത് നമ്മുടെ ലുലു മാളിലൊക്കെ സ്പാർക്ക് കിക്സിലൊക്കെ ഉള്ള പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചില ഭാഗത്തൊക്കെ അത്ര തിരക്കൊന്നുമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലത്തെ ഈ 3D പോലത്തെ എഫക്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുന്ന റൂഫ് ടോപ്പ്. അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ സീ ഫുഡുകളൊക്കെ പിടിച്ചു വച്ചിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ഡെക്കറേഷനിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അവിടുത്തെ റൈഡുകളൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ ഇത് താറാവിനെ പിടിക്കരുത്, ഇത്ര നമ്പറിൽ കൂടുതൽ താറാവിനെ പിടിച്ചാൽ സമ്മാനം കിട്ടും. അതുപോലെ മറ്റേ റിങ്ങൊക്കെ എറിയുന്ന മോഡൽ, അങ്ങനത്തെ കുറേ കളിക്കുന്ന പല മോഡൽ കളിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് വേറെ രീതിയിലുള്ളൊരു റൈഡാണ്. നല്ല അത്യാവശ്യം അടിപൊളി റൈഡാണ്. അപ്പുറത്തേക്ക് ആയിട്ട് കുറേ റൈഡുകളുണ്ട്. ഇത് മറ്റേ നമ്മുടെ വണ്ടർലയിലൊക്കെ ഔട്ട്ഡോറിൽ കാണിക്കുന്ന റൈഡുകൾ ഇവിടെ ഇൻഡോറിൽ ആണെന്ന് മാത്രം. ഇവിടെ ആളുകൾ ഇതേപോലത്തെ പിള്ളേരെയും അങ്ങനത്തെ ഒരു വണ്ടി ടൂർ പോലെയൊക്കെ വരാൻ പറ്റുന്നൊരു മാളാണ് ഈ ജെൻറ്റിങ് ഹൈലൻഡിലെ ഈ മാള്.
ഇതാണ് ഭാഗ്യം പരീക്ഷിക്കുക. ഞാൻ ഉദ്ദേശിച്ച ഗാംബ്ലിംഗ് ഇതല്ല, കസിനോ. ഇവിടുത്തെ വീഡിയോകളിൽ ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇത് കൂടുതലും നമ്മുടെ ഒരു കാശ് കളഞ്ഞ് ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ള സെറ്റപ്പിലുള്ള ഒരു മാളാണ്. ഇവിടെ കസിനോ ഉണ്ട്, കസിനോയിലോട്ട് പോവാം. അതാണ് ഈ മാളിലെ ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ കസിനോയിൽ ഗെയിംസ് കളിക്കാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ അവിടെ പോയി പറഞ്ഞത്. ഇവിടെ നിന്നാണ് കസിനോയിലേക്കുള്ള എൻട്രൻസ്. പക്ഷെ അവിടെ ബാഗൊന്നും കയറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാഗ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ കയറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കസിനോയുടെ ഉള്ളിൽ കയറി. പക്ഷെ ഇവിടെ അധികം വീഡിയോ എടുക്കൽ ഇവിടെ അല്ല, പല രീതിയിലുള്ള ഗെയിംസും നമ്മുടെ പൈസ വെച്ചിട്ടുള്ള ഒരുപാട് ഗെയിംസുകളുണ്ട്. അതിൽ കുറേയൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. മെയിനായിട്ട് നമ്മൾ കസിനോയിൽ മറ്റേ ബോർഡ് ഉരുട്ടിട്ട് കളിക്കുന്ന ആ കളി കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ഇതുപോലെ നമ്മുടെ കാർഡ് വെച്ചിട്ട് പൈസ അതിനകത്തിട്ട് ഡെബിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ടച്ച് സ്ക്രീനിൽ തൊട്ട് ചെയ്യാം. ഇത് ചീട്ടിൻ്റെ അത് നടുക്ക് അവിടെ ആൾക്കാർ ലൈവായിട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഇത് ബോൾ. ഇതൊക്കെ ആ ക്യാമറ നടുക്ക് അവിടെ കാണാൻ പറ്റും, ആൾക്കാരുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഏതൊന്ന് വെച്ചാൽ വെക്കാം. ഇതിൻ്റെ അതിലാകുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ നല്ല രീതിയിൽ ഇതിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട് പഠിച്ചിട്ടൊക്കെ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ബാക്കി റൈഡ്സിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ജെൻഡിങ് ഹൈലൻഡിലെ മാളിലെ കാഴ്ചകൾ. എന്നിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ച് കേബിൾ കാർ കയറി റിട്ടേൺ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കാണുന്നവരെ ബൈ ബൈ.